നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കസ്റ്റഡിയിലേക്കോ അറസ്റ്റിലേക്കോ പോകാവൂ. സർ, ഈ ശരത് എന്ന് പറയുന്നവന്റെ കല്യാണമാണല്ലേ? അതെ സർ. അപ്പൊ സൂക്ഷിച്ചിടപെടണം. ചീത്ത പേര് കേൾപ്പിക്കരുത്. അറിയാലോ, സോഷ്യൽ മീഡിയയുടെ കാലവാ. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവരെ നാറ്റിച്ചു കളയും. സർ, പൊന്നുമണി അതല്ലേ ശരവണം കെട്ടാൻ പോയ പെണ്ണിന്റെ പേര്? അതെ സർ. ആ കുട്ടിയെ വരാൻ പറയണം. സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എന്താ അവളുടെ ബന്ധുവായ ആ ഡോക്ടറുടെ പേര്? നിരഞ്ജൻ. പൊന്നുമണി നിരഞ്ജന്റെ കൂടെ വരട്ടെ. താൻ വിവരം നിരഞ്ജനെ വിളിച്ച് അറിയിച്ചാൽ മതി. ശരി സർ. കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസായത്. ശ്രദ്ധിച്ച് നീങ്ങിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തും. ഓക്കെ സർ. താൻ വാ. അച്ഛാ, നാളെയാണ് കല്യാണം. എനിക്ക് കാണാം അച്ഛന്റെ മനസ്സിങ്ങനെ കലങ്ങി മറിയുന്നത്. ഈ കല്യാണം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനാണല്ലോ. എന്ത് ചെയ്യോ അച്ഛാ, ഭാഗ്യപ്പോഴേ എന്റെ കൂടെ. അന്ന് ഇൻസുലിൻ കുത്തിവെച്ച് അച്ഛനെ ഇങ്ങനെ വീഴ്ത്താൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ നടക്കൂ. കല്യാണം നടക്കാത്തത് പോട്ടെ, ഞാനിപ്പോ വല്ല ജയിലിലും ആയാലും. അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാനാണല്ലോ ഈ വീടിന്റെ സർവാധികാരി. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതേ പിന്നെ നടക്കൂ. ആദ്യം അച്ഛനെ കൊണ്ടുപോയി ഏതെങ്കിലും ധർമാശുപത്രിയിലാക്കും. മുത്തശ്ശിയില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിലാസിനി മുത്തശ്ശി, അവരെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്പലത്തിന്റെ നടയെ തള്ളും. അമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന. ആ, വല്ല ജോലിക്കും വിടാല്ലേ. പ്രസ്സിലോ പെട്രോൾ പമ്പിലോ ജോലിക്ക് പോട്ടെ. ആരോഗ്യമുള്ളിടത്തോളം കാലം അമ്മ ജോലി ചെയ്ത് ജീവിച്ചോളൂ. അതിനുശേഷമുള്ളത് അപ്പൊ ചിന്തിക്കാം. പിന്നെ നിത്യം ദേവികയുടെ കാര്യം ഓർത്ത് അച്ഛനൊട്ട് വിഷമിക്കണ്ട കേട്ടോ. അവരെ രണ്ടുപേരെയും ഞാൻ പൊന്നുപോലെ നോക്കും. അയ്യോ, കരയുവന്നു. കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ. ഇന്നത്തെ ദിവസം ഒന്ന് ഇരുട്ടി വെളുത്താ മാത്രം മതി. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്റെ പ്ലാൻ ഒന്നൊന്നായിട്ട് നടപ്പാക്കി തുടങ്ങും. അത് കണ്ട് അച്ഛനൊന്നും കൂടി കരയാം. ആദ്യം കൂടുതലൊന്നും അച്ഛന് ചെയ്യാൻ പറ്റില്ലല്ലോ. കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യെടുത്തി. ഇതുവരെ ചെയ്ത ക്രൂരതകളൊന്നും അല്ല ഇനി അവൻ ചെയ്യാൻ പോകുന്ന. ഈ കുടുംബം തകർക്കാനാ ശരത്തിന്റെ പദ്ധതി. എല്ലാം എനിക്കറിയാൻ നിത്തേ. അതുകൊണ്ടല്ലേ ഈ കല്യാണം എങ്ങനെയും തടയാൻ ഞാൻ നോക്കുന്നത്. തടയാൻ പറ്റുമായിരിക്കും അല്ലേ എടുത്തി? എന്തെങ്കിലും കാരണവശാ എടുത്തേക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ? ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല, അല്ലാതെ സംഭവിക്കാമല്ലോ. ഏട്ടത്തെ ഈ കല്യാണം തടയുമെന്ന് എന്തായാലും ശരത്ത് ഊഹിക്കും. അപ്പോ അതിനുള്ള മറുവഴിയും അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? ന്യായം നമ്മുടെ ഭാഗത്തല്ലേ മോളെ, അതുകൊണ്ട് നമ്മളെ ജയിക്കൂ. ഏട്ടത്തിക്ക് എന്റെ കല്യാണം തടയാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അയാളുടെ മുമ്പിൽ തല നീട്ടി കൊടുക്കാൻ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. അതിനു മുമ്പേ ഞാൻ പോയിട്ടുണ്ടാവും എന്റെ ഏട്ടൻ പോയടുത്തേക്ക്. എന്ത് വിട്ടിത്തോ നീ പറയുന്നത്?
അവനെ പോലൊരുത്തിന് വേണ്ടി കളയാനുള്ളതാണോ നിന്റെ ജീവിതം? അതിനാണോ നിന്നെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്? ഒരു വഴി നടന്നില്ലെങ്കിൽ നല്ല അന്തസ്സോടെ നിനക്ക് പറയാലോ ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന്. നിന്റെ സമ്മതം ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ അവർക്ക്? ഞാനത് ആലോചിച്ചതായിട്ടെത്തി. അമ്മയെ ഓർത്തിട്ട ഞാനത് വേണ്ടെന്ന് വെച്ചത്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ലെന്ന അമ്മ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അമ്മയെ നഷ്ടപ്പെടുത്താൻ വയ്യ എടുത്തി. കരയില്ല മോളെ. ദേ, നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യം പോലും വരില്ല. അതിനു മുൻപ് നടക്കേണ്ടത് നടന്നിരിക്കും. വരനുണ്ടെങ്കിലല്ലേ താലികെട്ട് നടക്കും. വരനില്ലെങ്കിലോ അവനുണ്ടാവില്ല. ഉണ്ടായാലും താലി കെട്ടാൻ അവന് സാധിക്കില്ല. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നടന്നിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. നിന്നെ എവിടെ പോകുന്നു? ജോലിക്ക്. ഇതൊരു കല്യാണ വീടാണെന്ന് അറിയാലോ. അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോണ്ട. പ്രൊബേഷൻ പീരീഡാ. അങ്ങനെ തോന്നുന്ന പോലെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അടുത്ത വീട്ടുകാരൊക്കെ വരും. സുധിയുടെ ഭാര്യ എവിടെയെന്ന് അന്വേഷിക്കും അവര്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? ജോലിക്ക് പോയി എന്ന് പറയണം. പിന്നെ കല്യാണത്തിനെ കുറിച്ച് അധികം സ്വപ്നമൊന്നും കാണാതിരിക്കുന്ന അമ്മ നല്ലത്. അല്ല, വേറൊന്നും കൊണ്ടല്ല, ശരത്താണല്ലോ വരാൻ. എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതെ വന്നാലോ? കരുനാക്ക് വളച്ചൊന്ന് എഴുന്നള്ളിക്കാതടി. കല്യാണം നടക്കില്ലെന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇങ്ങനൊരു കല്യാണത്തിന് വേണ്ടിയാ ഇത്രയും കാലം ഈ വീട് കാത്തിരുന്നത്. എന്നിട്ട് ആ ദിവസം അടുത്തപ്പോ ദൈവദോഷം പറയുന്നു. മനഃപൂർവ്വം പറഞ്ഞതല്ല അമ്മേ. സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ. എന്ത് സാഹചര്യങ്ങളാ? നിനക്ക് അസൂയുണ്ടെന്ന് പറ. പൊന്നു മോളെ, ഈ കല്യാണം നടന്നിരിക്കണം. ഏതെങ്കിലും തരത്തില് അത് മുടക്കാൻ നോക്കിയ വെച്ചേക്കില്ല നിന്നെ ഞാൻ. അമ്മ എപ്പോഴും ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. അതൊന്നും ശരിയല്ല അമ്മേ. നിത്യമ്മയുടെ മോളല്ലേ, സുധേട്ടന്റെ അനിയത്തിയല്ലേ. അവളുടെ നന്മയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആ